ശ്രീ വള്ളലാർ രാമലിംഗസ്വാമികളുടെ ജീവകാരുണ്യ ഒഴുക്കത്തിലെ മറ്റൊരു ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യഥാർത്ഥ ജീവകാരുണ്യമാണ് യഥാർത്ഥമായ ഈശ്വരഭക്തി. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തികളാണ്. ജീവകാരുണ്യ പ്രവർത്തികളിലൂടെ ഈശ്വര സേവ ചെയ്യുകയാണ്. അതിൽ നിന്ന് മാത്രമേ ജ്ഞാനം അഥവാ അറിവും സ്നേഹവും ലഭിക്കുകയുള്ളൂ. പിന്നെ നോക്കൂ, തപസ്, വ്രതം, ജപം, ധ്യാനം ഇവയൊന്നും തന്നെ യഥാർത്ഥ ജീവകാരുണ്യമാണ്, യഥാർത്ഥമായ ഈശ്വരഭക്തി. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തികളാണ്. ജീവകാരുണ്യ പ്രവർത്തികളിലൂടെ ഈശ്വര സേവ ചെയ്യുകയാണ്. അതിൽ നിന്ന് മാത്രമേ ജ്ഞാനം അഥവാ അറിവും സ്നേഹവും ലഭിക്കുകയുള്ളൂ. ജ്ഞാനസമ്പാദനത്തിന്, ഭക്തിയോഗത്തിന് അതിൻ്റെ അടിത്തറയായി വർത്തിക്കുന്നത് ജീവകാരുണ്യമാണ് എന്നാണ് പറയുന്നത്. നാമെല്ലാം ഒരു ചെടിയുടെ ഇലകളാണ്. ആ ഇലകളെ ബോധപൂർവം പറിച്ചെടുത്താൽ, മറ്റ് ഇലകളിൽ നിന്ന് പറിച്ചെടുത്താൽ അത് വ്യത്യസ്തമാകുകയും കുറെ കഴിയുമ്പോൾ അത് വാടുകയും നശിക്കുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ ജീവൻ്റെ അവസ്ഥയും. ജീവനെ ആത്മാവിൽ നിന്ന് പറിച്ചെടുത്തിരിക്കുകയാണ്. ഒരിലയെ എപ്രകാരമാണോ അതിൻ്റെ കാണ്ഡത്തിൽ നിന്ന് പറിച്ച് വേറിട്ട് നിർത്തുന്നത്, അതേപോലെ ആത്മാവാകുന്ന കാണ്ഡത്തിൽ നിന്ന് വേർപെട്ട ഒരു ഇല മാത്രമാണ് ജീവൻ. അപ്പോൾ ജീവൻ അതുകൊണ്ട് വാടുന്നു, ദുർമാർഗത്തിലൂടെ, മായയിലൂടെ കടന്നു പോകുന്നു. ഈ മായയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യണം. എന്താണ് ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യേണ്ടത് എന്ന് പറയാൻ കാരണം ഈ ഇല എവിടെ നിന്നാണ് വന്നത്? ആ സസ്യത്തിൽ നിന്നാണ് ഉണ്ടായത്. ഏകമായ സസ്യത്തിൽ നിന്ന് വേർതിരിഞ്ഞതാണ് ജീവൻ. അപ്പോൾ ആത്മാവിൽ നിന്ന് വേറിട്ട് ജീവനായി പിരിഞ്ഞു വന്നതാണ്. പതിയിൽ നിന്ന് പിരിഞ്ഞതാണ് പശു. ഈ പശു പതിയിലേക്ക് തന്നെ തിരിച്ചു പോയില്ലെങ്കിൽ ആ പശു സമ്പൂർണ്ണ നാശത്തിന് വിധേയമാകും. അപ്പോൾ ജീവന് മോക്ഷം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെ മാത്രമേ കഴിയൂ. ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെ യോഗത്തിനും തപസ്സിനും അതേപോലെ ധ്യാനത്തിനും ഭക്തിക്കും എല്ലാം തന്നെ അതിൻ്റെ ആത്യന്തികമായ ഗുണഫലം ലഭിക്കുന്നു. ജീവകാരുണ്യമില്ലാതെ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ജീവകാരുണ്യമില്ലാതെ യോഗം ചെയ്തുകൊണ്ട്, യോഗ അനുഷ്ഠിച്ചുകൊണ്ടും പ്രയോജനമില്ല. എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് അനുകമ്പയും സ്നേഹവും അതേപോലെ തന്നെ ജീവകാരുണ്യവുമാണ്. ജീവനോടുള്ള അഗൈതവമായ ഉദാര സഹാനുഭൂതി. ഈ സഹാനുഭൂതിയിൽ നിന്നും അതേപോലെ തന്നെ ഈ ഉദാരമായ ജീവകാരുണ്യത്തിൽ നിന്നുമാണ് സ്നേഹം ഉരുത്തിരിയുന്നത്. ഇവിടെ നോക്കൂ, വെള്ളം നിറയ്ക്കാത്ത പാത്രം കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുവാനാകാത്തതുപോലെ ജീവകാരുണ്യം എന്ന ജലമില്ലാഞ്ഞാൽ ബുദ്ധി എന്ന പാത്രം കൊണ്ട് ആത്മാനന്ദമെന്ന പാകസിദ്ധിയുടെ പ്രയോജനമുണ്ടാകുന്നില്ല. പരമാത്മപ്രേമമാകുന്ന സൂക്ഷ്മഭക്തിയില്ലാത്തവൻ മനുഷ്യൻ എന്ന പേരിന് അർഹനല്ല. അതുകൊണ്ടാണ് നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നത് പരമപ്രേമമാകുന്നു ഭക്തിയുടെ സ്വരൂപം. സാ തസ്മിൻ പരമപ്രേമരൂപ അനിർവചനീയം പ്രേമസ്വരൂപം. അപ്പോൾ നമുക്ക് പ്രേമസ്വരൂപനായി തീരണമെങ്കിൽ ഈ ജീവകാരുണ്യത്തിൻ്റെ, ഈ സഹാനുഭൂതിയുടെ, ഈ അനുകമ്പയുടെ അടിത്തറ ഉണ്ടായിരിക്കണം. അത് ലഭിച്ച മനുഷ്യൻ എല്ലാത്തിനെയും സ്നേഹിക്കും.
ഒന്നിനെയും വെറുക്കുകയില്ല, നിത്യസംതൃപ്തനായി ഭവിക്കും. പിന്നെ അതേപോലെ തന്നെ യോഗസാധനകളെല്ലാം തന്നെ ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെ മാത്രമേ സാഫല്യത്തിലേക്ക് വരികയുള്ളൂ. ആത്മപ്രേമത്തിൻ്റെ കണിക പോലും ഇല്ലാത്തവന് ഒരിക്കലും യോഗമാർഗം വിധിച്ചിട്ടുള്ളതല്ല. ധ്യാനബലം കൂടുമ്പോൾ കുണ്ടലിനി ശക്തി, അതായത് ജീവകാരുണ്യ പ്രവൃത്തികൾ കൂടുമ്പോൾ അത്രമേൽ സ്വാഭാവികമായി കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്നുണർന്ന് മധ്യമാർഗമായ സുഷുമ്ന വഴി സഹസ്രാരത്തിലേക്ക് ഗമിക്കുന്നു. അതാണ് യഥാർത്ഥമായ ജീവമുക്തി. ഇതാണ് ജീവകാരുണ്യത്തിൻ്റെയും ഭക്തിയുടെയും ശക്തിമാർഗം. നിസ്സാരമായ ശരീരഭാവനയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. അമ്പലങ്ങളിലും കാവുകളിലും ചിലർ ദൈവത്തിൻ്റെ പേരിൽ വെളിച്ചപ്പെട്ട് ഭക്തിപ്രകടനം നടത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. വെറും കാപട്യമാണ് എന്നും കൃത്രിമമാണ് എന്നും ജീവകാരുണ്യമല്ലാത്ത ഒരു വെളിപാടുകളും സത്യത്തിൽ വെളിപാടുകളല്ല, അത് കപട വെളിപാടുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജീവകാരുണ്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നോക്കൂ. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലൊരു ഭാഗമുണ്ട്. ഈശ്വരനോട്, ഈശ്വര എനിക്ക് കാരുണ്യം തന്നെ, ജീവകാരുണ്യത്തിനുള്ള ശക്തി തരണേ. അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. ഈശ്വരനെ സ്നേഹിക്കുക മാത്രമേ ചെയ്യാവൂ. അത് വേണം, ഇത് വേണം എന്നിങ്ങനെ ഈശ്വരനോട് അപേക്ഷിക്കുന്നത് ഈശ്വരനിന്ദയാണ്. എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യാനുള്ള ആ മുക്തിയുടെ താക്കോൽ കിട്ടണമെന്നുള്ള പ്രാർത്ഥന മാത്രമായിരിക്കണം. ഇങ്ങനെയാണ് എല്ലാ മഹാന്മാരും പറയുന്നത്. അപ്പോൾ ജീവകാരുണ്യമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് മനസ്സിലാക്കുക. വിശക്കുന്നവർക്ക് അവരുടെ വിശപ്പ് തീർത്ത് സന്തോഷമുണ്ടാക്കുന്ന ജീവകാരുണ്യ പ്രവൃത്തി എന്ന ഉന്നതമായ വ്രതം ദേവന്മാർ, മനുഷ്യർ, ബ്രഹ്മചാരികൾ, കുടുംബസ്ഥർ, തപസ്സികൾ, സന്യാസികൾ, പുരുഷന്മാർ, സ്ത്രീജനങ്ങൾ, വൃദ്ധന്മാർ, യുവാക്കൾ, താഴ്ന്നവർ തുടങ്ങിയ എല്ലാവരും അനുഷ്ഠിക്കപ്പെടണമെന്നാണ് ഭഗവാന്റെ നിശ്ചയമെന്നറിയുക എന്ന് വള്ളലാർ നമ്മളോട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ വിശക്കുന്ന വയറുകൾക്ക് ആ വിശപ്പ് മാറ്റാൻ ആദ്യം ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇവിടെ ഭൗതികമായ വിശപ്പാണ്. അത് ആത്മീയമായ വിശപ്പുമുണ്ട്. അപ്പോൾ ആത്മീയവും ഭൗതികവുമായ വിശപ്പ് മാറ്റാനുള്ള എല്ലാ ജീവകാരുണ്യ പ്രവൃത്തികളും ഈശ്വരൻ നമ്മെക്കൊണ്ട് ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് മോക്ഷമാകുന്ന ഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാൻ കഴിയുന്ന താക്കോൽ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. വിശപ്പ് രണ്ട് തരത്തിലുള്ള വിശപ്പുണ്ട്. ഒന്ന് ബാഹ്യമായ വിശപ്പ്, അതായത് വയറിൻ്റെ വിളി, വിശക്കുന്ന വയറ്, ജഠരാഗ്നിയുടെ ആ വിളി. ആ വിശപ്പ് മാറ്റാൻ നമുക്ക് ആഹാരം കൊടുത്താൽ മതി. പക്ഷേ ആത്മീയമായ വിശപ്പ് മാറ്റേണ്ടത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ആത്മീയമായ വിശപ്പ് മാറ്റാൻ എന്താണ് ചെയ്യുക? ജ്ഞാനം, സ്നേഹം, അറിവ് ഇതെല്ലാം പകർന്നു കൊടുക്കുക. അപ്പോൾ ജ്ഞാനം പകർന്നു കൊടുക്കുക. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് എൻ്റെ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു തിരിവട്ടം ഇരുട്ടിൽ പകരുമ്പോൾ ആ ഇരുട്ട് ഇല്ലാതാകുന്നു. പകരം
അവിടെ വെളിച്ചം പ്രസരിക്കുന്നു. അപ്പോൾ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ആത്മീയമായ വിശപ്പ് മാറ്റാനുള്ള ആ ശ്രേയോമാർഗം. 2 മാർഗങ്ങളുണ്ട്. ശ്രേയസ്സിൻ്റെ മാർഗമുണ്ട്, പ്രേയസിൻ്റെ മാർഗമുണ്ട്. അതിൽ ശ്രേയോ മാർഗമാണ് ഏറ്റവും പ്രധാനം. അതേപോലെ തന്നെ പ്രേയസിൻ്റെ മാർഗവും ആവശ്യമാണ്. ശാരീരികമായ വിശപ്പും ആത്മീയമായ വിശപ്പും മാറ്റണം. അതുകൊണ്ടാണ് ഹോമമന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രകാവ്യം ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് പ്രേഷ്ഠ ശ്രേഷ്ഠ പ്രേഷ്ഠ സോഹ എന്ന് പറഞ്ഞാണ് അഗ്നിയിൽ ഈ നെയ്യ് അർപ്പിക്കുന്നത്. അപ്പോൾ എന്താ, ശ്രേയസ്സും പ്രേയസ്സും എനിക്ക് നൽകണമേ എന്നാണ് അഗ്നിദേവനോട് ശ്രീനാരായണ ഗുരുദേവൻ ഹോമമന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള വിശപ്പും മാറിക്കിട്ടണം. ബാഹ്യമായ വിശപ്പും ആന്തരികമായ ആത്മജ്ഞാനത്തിന് വേണ്ടിയുള്ള വിശപ്പും മാറിക്കിട്ടണം. അതായത് ശ്രേയസ്സും പ്രേയസ്സും എനിക്കുണ്ടാകണമേ എന്നാണ് അഗ്നിദേവനോട് പ്രാർത്ഥിക്കുന്ന ഹോമമന്ത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആ ഹവിസ് അർപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശ്രേയോമാർഗവും അതേപോലെ പ്രേയസിൻ്റെ മാർഗവും ഒരേപോലെ മാറ്റുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനം. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം ആത്മാവിൻ്റെ ദാഹം മാറ്റാനുള്ള പ്രവൃത്തികളാണ് ഇതേപോലുള്ള വെളിച്ചം പകരുന്ന കൃതികൾ. ജീവകാരുണ്യ ഒഴുക്കം പോലെ, ജീവകാരുണ്യ നിരൂപണം പോലെയുള്ള കൃതികളെല്ലാം തന്നെ ആത്മാവിൽ സ്നേഹത്തിൻ്റെ വെളിച്ചം പകരുന്ന, ജ്ഞാനത്തിൻ്റെ വെളിച്ചം പകരുന്ന ദിവ്യമായ പ്രകാശമാണ്. ആ അരുൾപ്പെരും ജ്യോതിയെയാണ് നാം ജീവകാരുണ്യ ഒഴുക്കത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് വള്ളലാർ അരുൾ പ്രകാശം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈശ്വരൻ്റെ അരുൾ കിട്ടണമെങ്കിൽ, ശിവൻ്റെ അരുൾ കിട്ടണമെങ്കിൽ ഈ 2 വിശപ്പുകളും മാറ്റാനുള്ള ജീവകാരുണ്യമാണ് ഏറ്റവും ശ്രേഷ്ഠം. എങ്കിൽ മാത്രമേ ഒരാൾക്ക് യോഗം കൊണ്ടും ധ്യാനം കൊണ്ടും തപസ് കൊണ്ടും എല്ലാം തന്നെ അതിൻ്റെ ആത്യന്തികമായ മുക്തിപഥത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നാണ് വള്ളലാർ സ്വാമികൾ നമ്മളോട് വാചാലമായി പറയുന്നത്. ഇത് അനുഷ്ഠിച്ചാൽ ഈ ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെ തന്നെ ഒരാൾക്ക് യോഗത്തിൻ്റെ ഉത്തുംഗമായ തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. യോഗ സാധനകൾ സഫലമാകണമെങ്കിൽ ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്തേ പറ്റൂ. ഓം ശിവായ നമഃ.